തിരുവനന്തപുരത്തെ നമുക്കൊരു കോസ്മോപൊളിറ്റീൻ എന്നോ മെട്രോപൊളിറ്റീൻ എന്നോ ഒക്കെ പറയാവുന്ന ഒരു വലിയ സിറ്റിയാണ്, ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റിയുടെ പ്രൗഢിയിലേക്ക് അത് വരണമെങ്കിൽ, അതിൻ്റെ ഗാംഭീര്യത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്നത് പോലെ, മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെ, അത് വേണേൽ നായരുടെ തലയിലെന്ന് പറയാം. നായ എന്ന് പറയുമ്പോൾ ഇനി വേറൊരു അർത്ഥം വേണ്ട. മോങ്ങാനിരുന്ന നായരുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു വിഷ്ണു ലോകം വീണ്ടും കിട്ടിയിരിക്കുകയാണ്. വി വി രാജേഷ് മേയർ ആവുന്നതിന് മുമ്പ് മേയറായപ്പോഴും പറഞ്ഞു, കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പട്ടത്തുള്ള CPIയിലെ രാജുവായിരുന്നു ചെയർമാൻ, ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയിൽ. ആ സമയത്ത് സിമി ജ്യോതിഷും, അവരിപ്പോൾ ഡെപ്യൂട്ടി മേയർ ആകാൻ കിട്ടുന്ന ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ്. സിമി ജ്യോതിഷും വേറെ BJP അംഗങ്ങളുമായിരുന്നു ഭൂരിപക്ഷ അംഗങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ. അവർക്ക് ഇവിടുത്തെ ഒരുപാട് അനധികൃത കെട്ടിടങ്ങളുടെയും വാടക കുറച്ച് കൊടുത്ത കെട്ടിടങ്ങളുടെയും, പണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് 200-100 രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് തലമുറ അത് മാറി രാഷ്ട്രീയമായി അത് വെച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ കഥ വി വി രാജേഷ് മേയറാവപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ പഴയ വാഹനങ്ങൾ ധാരാളമായി കെട്ടിയിട്ടിരിക്കുന്നത്, ദുർവിനിയോഗം ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ശ്രീലേഖ IPSന്റെ വിഷയം കിട്ടിയപ്പോൾ വളരെ മനോഹരമായി കോർപ്പറേഷൻ ഒരു തീരുമാനമെടുക്കാം. കാരണം ഇനിയിപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ടായല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 10-45 വർഷമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് കെട്ടിടങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ VK പ്രശാന്ത് തന്നെ പുലിവാല് പിടിച്ചു. 10-20,000 രൂപ വാടക കിട്ടുന്ന ഒരു റൂമിന് 830 രൂപയാണ് കൊടുക്കുന്നത്. അത് സ്ഥിരം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ കോർപ്പറേഷനിൽ തിരക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പുലിവാല് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ 100 കണക്കിന് പുലിവാല് പിടിക്കൽ 101 വാർഡിലുമായി വരാൻ പോകുന്നു. ഒരു ബുൾഡോസർ രാജ് വി വി രാജേഷ് കൊണ്ടുവരുമോ? ബുൾഡോസർ രാജേഷ് കർണാടകത്തിലെ ഒരു വിഷയം ഇപ്പോൾ ഉണ്ട്. അത് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു വിഷയം. രണ്ടാമതൊരു വിഷയം, പാതയോര കച്ചവടം നടത്തുന്നുണ്ട്. പാതയോര കച്ചവടം ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമാണ്. വളരെ പെട്ടെന്ന് ഓടിപ്പോയി ഒരു ഓറഞ്ച് വാങ്ങിക്കുക, മുന്തിരിങ്ങ വാങ്ങിക്കുക, ഫലങ്ങൾ ഇതുപോലത്തെ ഫലം വാങ്ങിക്കുക, അല്ലെ പഴം വാങ്ങിക്കുക, അല്ലെ മത്സ്യം വാങ്ങുക. ഇങ്ങനെ പാതയോരത്ത് കച്ചവടം നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. പാതയോരത്തിന് തടസ്സമുണ്ടാക്കി, ജനങ്ങളുടെയും വാഹനത്തിനും തടസ്സമുണ്ടാക്കി ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. സുരക്ഷിതമായി ആർക്കും പ്രശ്നമില്ലാതെ ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇതിൻ്റെ ഒരു സർവേ കോർപ്പറേഷൻ എടുക്കണം. എല്ലാ വാർഡിലും എടുത്തിട്ട് എവിടെയാണോ സ്പേസ് അലോട്ട് ചെയ്തത്, അത് PWDയുമായിട്ട് കൂടെ ചേർന്ന് ആലോചിച്ചിട്ട് എവിടെയാണോ സ്പേസ് അലോട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ സ്പേസ് അലോട്ട് ചെയ്ത് വർഷങ്ങളായി ഇരിക്കുന്നവർക്ക് മതി. ഇപ്പം കഴിഞ്ഞ വർഷം പെട്ടെന്ന് കൊണ്ടുവച്ചവർക്ക് വേണ്ട. പക്ഷെ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നത് വളരെ സുരക്ഷിതമായി ജനങ്ങൾക്ക് ഗുണകരമായും നാടിനും പാതയോരത്തിനും കാൽനടക്കാർക്കൊന്നും ശല്യമില്ലാതെ ആരെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് മോഡലിൽ, ഒരു വേണമെങ്കിൽ നല്ലൊരു കളറെല്ലാം കൊടുത്ത് ഒരു സ്റ്റാൻഡേർഡ് മോഡലിൽ ഒരു സംവിധാനം തിരുവനന്തപുരത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമുണ്ട്. നിരവധി പാർട്ടി ഓഫീസുകൾ പാതയോരങ്ങളിൽ പണിതിട്ടുണ്ട്. അത് സുരക്ഷിതമായി ഇരിക്കുകയാണെങ്കിൽ, അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അതെങ്ങനെ കുറച്ച് മോഡൽ പ്രൊഫഷണലാക്കി മാറ്റാൻ പറ്റും അവരുടെ കൂടി സഹായത്താൽ. അല്ല തടസ്സമായി നിൽക്കുന്നതുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റും. തടസ്സമാണെങ്കിൽ അത് മാറ്റണം. തടസ്സമല്ലെങ്കിൽ അതങ്ങനെ സുരക്ഷിതമായി വർഷങ്ങളായി തുടരുന്ന ഒരു പാർട്ടി ഓഫീസാണ്, അല്ലെങ്കിൽ ഒരു യൂണിയൻ്റെ ഓഫീസാണ്, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് BMSന് വരെ ഉണ്ടല്ലോ, അത് ആരുടേതായാലും വളരെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്, വേറെ ശല്യവും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ അല്ല എങ്കിൽ അത് മാറ്റണം. അപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായി കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങൾ, ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. വാടക കൊടുക്കാതെ കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെ മുഴുവൻ ലിസ്റ്റും എടുക്കുമെന്നാണ് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ നല്ല കാര്യമാണ്. അതെടുക്കണം. അവർക്കെല്ലാം ഒന്നുകിൽ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണം. ഒന്ന്, വാടക ചീട്ട് പുതുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, കാലാനുസൃതമായ റേറ്റ് നിശ്ചയിക്കണം. അപ്പോൾ വാടക ചീട്ട് പുതുക്കണം, കാലാനുസൃതമായ വാടക നിശ്ചയിക്കണം. അപ്പോൾ കുറെ കേസുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കും. ഇപ്പോൾ പ്രശാന്തിന് തന്നെ നോട്ടീസ് കൊടുത്താൽ 3 മാസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രശാന്തിന് കേസിന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ കേസ് കൊടുക്കും ആളുകൾ. അപ്പോൾ കേസ് കൊടുത്താൽ അതും സമയബന്ധിതമായി സെറ്റിൽ ചെയ്യാനുള്ള പരിപാടികളിലേക്ക് പോകണം. ആദ്യം ഒരു നെഗോഷിയേഷനിൽ പോകുന്നതായിരിക്കും നല്ലത്. അത് എന്തായാലും ശ്രീലേഖയുടെ വിവാദം തിരുവനന്തപുരത്ത് ഉണ്ടായത്
വലിയൊരു 8ന്റെ പണിയാണ് മൊത്തത്തിൽ അനധികൃതമായി നിൽക്കുന്നവർക്കുള്ളത്. അല്ലെങ്കിലും പി വി രാജേഷ് മേയർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇത് പരിഗണിക്കും. 2 കാര്യങ്ങൾ. ഒന്ന്, കോർപ്പറേഷന്റെ തനത് വരുമാനം കൂട്ടും. ഇപ്പൊ തനത് വരുമാനം കൂട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ബിൽഡിംഗ് ടാക്സ് അങ്ങ് കൂട്ടുകയല്ല ചെയ്യേണ്ടത്. സാധാരണ പഞ്ചായത്തുകളും കോർപ്പറേഷൻകാരും ഒക്കെ ചെയ്യുന്നത് പിന്നെ തനത് വരുമാനം കൂട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ബിൽഡിംഗ് ടാക്സ്, പാവപ്പെട്ടവന്റെ ബിൽഡിംഗ് ടാക്സ് കൂട്ടും. അതല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ കിടക്കുന്ന അൺആതറൈസ്ഡ് ആയിട്ട് കിടക്കുന്ന മണി പമ്പ് ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞത് ഒരു മിഷൻ തന്നെ വയ്ക്കേണ്ടതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അൺആതറൈസ്ഡ് ആയിട്ടുള്ള കെട്ടിടങ്ങളുടെ കയ്യേറ്റവും വാടക കെട്ടിടങ്ങൾ നിശ്ചിതമായ തുച്ഛമായ വാടകയ്ക്ക് ഇരിക്കുന്നത് അതെങ്ങനെയാണ് ക്രമപ്പെടുത്തുന്നതെന്നും അവർക്ക് കാലാനുസൃതമായ വാടക വാങ്ങുന്നതിനും അവരെ എഗ്രിമെന്റുകൾ പുതുക്കുവാനും അത്തരത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്യുന്നത് മനോഹരമായിരിക്കും. തീർച്ചയായിട്ടും അതിന് ജനങ്ങളുടെ പിന്തുണയുണ്ടാവും. പക്ഷേ അതിന്റെ അർത്ഥം നാളെ ഒരു ബുൾഡോസർ പോലെ വന്ന് പാവപ്പെട്ട ആളുകളെ എല്ലാം ഇടിച്ചു മാറ്റി അവിടെ ബുൾഡോസർ JCB കൊണ്ടുവച്ച് ഇടിച്ചു മാറ്റി ഒരു വൈകാരിക രംഗങ്ങൾ ഉണ്ടാക്കാതെ പ്രായോഗിക രംഗങ്ങളിലേക്ക് പോയി നോട്ടീസ് കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കേണ്ടവർക്ക് പുനരധിവസിപ്പിക്കാനുള്ള സപ്പോർട്ട് കൊടുത്ത് ആർക്കെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ബാങ്ക് ലോണോ അതും ഇതൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുത്ത് വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെ തിരുവനന്തപുരം നഗരത്തെ ഒരു എവർ ഗ്രീൻ സിറ്റി, ഗാന്ധിജിയൊക്കെ പണ്ട് പറഞ്ഞതുപോലെ ഒരു എവർ ഗ്രീൻ സിറ്റിയാക്കി കോസ്മോപൊളിറ്റൻ സിറ്റിയുടെ ഗാംഭീര്യവും മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ശൗര്യവും ഗാംഭീര്യവും എല്ലാം കൊണ്ടുവന്നുകൊണ്ട് മനോഹരമായ ഒരു തിരുവനന്തപുരം സിറ്റി രൂപീകരിക്കും എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്, പ്രധാനമന്ത്രി വരാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി മോഡി വരും, ഇത്തരത്തിലുള്ള അൺആതറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു നഗരസഭയാക്കി ഇതിനെ മാറ്റും. അതോടൊപ്പം നായകൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കും. 10,000 നായകളാണ് ഉണ്ടാവുന്നത്. പട്ടികളുണ്ട്, അതിന് ഡോഗ് സ്ട്രീറ്റുകളുണ്ട്, സ്ട്രീറ്റ് ലോഗുകളുണ്ട്. അതിന് പിന്നെ ഇതുണ്ടാക്കുമെന്ന് പറയുന്നു. എന്ത് പറയുന്നു? അങ്ങനെ അതിനുള്ള ഷെൽട്ടറുകൾ പണിയുമെന്ന് പറയുന്നു. അതിന് സ്ഥലമൊക്കെ വേണം, കുറച്ച് സാങ്കേതികത്വം ഉള്ളതാണ്. അതിന് ഫുഡ്, ഷെൽട്ടർ, തെരുവിൽ കലഞ്ഞു നടക്കുന്നതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന് പൈസയൊക്കെ വേണം. പക്ഷേ അത് സ്പോൺസറിങ്ങിലൂടെയും CSRലൂടെ എങ്ങനെയെങ്കിലും അത് ചെയ്യാൻ പറ്റും. ജനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ 1 രൂപ 2 രൂപ ടാക്സ് വല്ലതും പിരിച്ചാലും ആളുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ശല്യം ഒഴിവാകുമല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നെ മാലിന്യ സംസ്കരണത്തിൽ ഇൻഡോർ മാതൃക വരുന്നു എന്ന് പറയുന്നു. ഇൻഡോറിലെ മേയർ തിരുവനന്തപുരം രാജേഷിനെ വിളിച്ചിരുന്നു. അത് BJP മേയറാണ്, വിളിച്ചിരുന്നു എന്ന് പറയുന്നു. അവർ വരുമെന്ന് പറയുന്നു. അങ്ങനെ തിരുവനന്തപുരത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, വെള്ളക്കെട്ട് പരിഹരിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെയുള്ള വളരെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കും പോലെ തന്നെ സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ടൂറിസത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. IT വികസനം നടത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഒരു വശത്ത് IT വികസനവും മറുവശത്ത് ഈ അൺആതറൈസ്ഡ് ഇല്ലീഗലായിട്ടുള്ള അൺആതറൈസ്ഡ് കാര്യങ്ങൾ കൂടി ഒഴിവാക്കുമെന്ന് പറയുന്നത് മനോഹരമാണ്. അത് വരട്ടെ, അത് തിരുവനന്തപുരം ആഗ്രഹിക്കുന്നതാണ്. അതിന് നാളെ കുറേ വർഷം BJP ഭരിച്ചാലും ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ഒരു ചെക്ക് വയ്ക്കുന്നത് നല്ലതാണ്. ഇതിന് എല്ലാ ജനങ്ങളുടെയും എല്ലാവിധ പിന്തുണയും കൊടുക്കണം. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നേരിട്ട് ഇപ്പം മൂന്നാറിൽ VS അച്യുതാനന്ദന്റെ കാലത്ത് മൂന്നാർ ഇടിക്കാൻ പോയപ്പോൾ, മൂന്നാറിലെ അനധികൃത കെട്ടിടം ഇടിക്കാൻ പോയപ്പോൾ അവനത് വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി PR വർക്കിന് വേണ്ടി അന്നത്തെ സുരേഷും അന്നത്തെ മറ്റേ പിന്നെ രാജനാരായണ സ്വാമി സംഘമൊക്കെ ഉണ്ടല്ലോ, പിന്നെ അന്ന് അവരെല്ലാം കൂടി ഇസ്രാജ് സിംഗ് സംഘം, അവർ കുറേ പേരുണ്ടായിരുന്നു, എനിക്ക് പേരെല്ലാവരും അറിയത്തില്ല, അവരെല്ലാം കൂടി ഒരു വാർത്താമൂല്യവും കൂടെ കൊണ്ടാക്കാൻ വേണ്ടി CPIയുടെ ആഫീസിൽ കയറി പിടിച്ചു. അവളൊരു ജഡ്ജിയുടെ മകന്റെ ആഫീസ് കയറി പിടിച്ചു. ഇത് രണ്ടും പിടിച്ചതോടുകൂടി അത് പൊളിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വിവാദ കെട്ടിടങ്ങളിലേക്ക് ആദ്യം കയറി പിടിക്കാതെ പാർട്ടി ഓഫീസുകളെല്ലാം അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യം കത്ത് കൊടുത്ത് ഒരു PR വർക്ക് നടത്തി വിവാദ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വളരെ സിസ്റ്റമാറ്റിക്കായി പ്രൊഫഷണലായി വളരെ ലീഗലായി സയൻറ്റിഫിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നോട്ടീസ് കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചോണം. അവധി ദിവസം നോട്ടീസ് കൊടുത്താലേ 1 ദിവസം 2 ദിവസം സമയം കൊടുത്താൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. കാരണം ഫ്രീ ആയിട്ടൊരാൾ അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ തരാതിരിക്കാനുള്ള എല്ലാ നമ്പറുകളും അവർ കാണിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വിവാദങ്ങളില്ലാതെ ഭംഗിയായിട്ടുള്ളൊരു സിറ്റിയായി തിരുവനന്തപുരം മാറട്ടെ.